പലതരത്തിലുള്ള നടപടികളുമായി തന്നെയാണ് KSRTCയെ നന്നാക്കാൻ നടുപൊടിക്കാതെ നിവർത്തി മുന്നോട്ട് കൊണ്ടുപോകാനായി ഗതാഗത വകുപ്പ് മന്ത്രിയായ ഗണേഷ് കുമാർ തീരുമാനിക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൂടാതെ പല പരീക്ഷണങ്ങളും KSRTC മുഖേന നടത്താൻ ഇപ്പോൾ ഗണേഷ് കുമാർ തയ്യാറെടുക്കുകയാണ്. നേരത്തെ തന്നെ പല സർവീസുകൾ വെട്ടിക്കുറച്ചും അതുപോലെ ഡെഡ് സർവീസുകളെ മനസ്സിലാക്കി റൂട്ട് ക്രമീകരിച്ചും നല്ല രീതിയിലുള്ളൊരു ലാഭം തന്നെയാണ് KSRTCക്ക് ഗണേഷ് കുമാർ ഉണ്ടാക്കി കൊടുത്തത്. അതിന് പിന്നാലെ KSRTC ബസ്സുകളുടെ ഡീസലിൻ്റെ ഉപഭോഗം വിലയിരുത്തി ഒരു തിരുത്തൽ നടപടി സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് ഗണേഷ് കുമാർ ഇപ്പോൾ പുതുതായി വച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഓരോ ആഴ്ചയിലും 10 പലതരത്തിലുള്ള ബസ്സുകളുടെ ഇന്ധനക്ഷമത എത്രയെന്ന് പരിശോധിക്കണം. അത് ഉറപ്പുവരുത്താൻ വേണ്ടി യൂണിറ്റിലെ തിരഞ്ഞെടുത്ത ബസ്സുകൾ ഷെഡ്യൂൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഡ്രൈവറുടെ സാന്നിധ്യത്തിൽ വെച്ച് ഡീസൽ ടാങ്കിൻ്റെ നെക്കിൻ്റെ താഴ്ഭാഗം വരെ ഡീസൽ നിറയ്ക്കണം. ഇങ്ങനെ ചാർജ്മാൻ, വെഹിക്കിൾ സൂപ്പർവൈസർ, സ്റ്റേഷൻ മാസ്റ്റർ എന്നിവരൊക്കെ ഇത് ഉറപ്പുവരുത്തിയിരിക്കണം. എന്നിട്ട് എത്ര കിലോമീറ്റർ ഓടുന്നു ഓരോ ദിവസവും ഷെഡ്യൂൾ പൂർത്തീകരിച്ച ശേഷം ഇതേ ഉദ്യോഗസ്ഥർ തന്നെ ഷെഡ്യൂൾ ഓപ്പറേറ്റ് ചെയ്ത ഡ്രൈവറുടെയും സാന്നിധ്യത്തിൽ ഇന്ധനം ഡീസൽ ടാങ്കിൻ്റെ നെക്കിൻ്റെ താഴ്ഭാഗം വരെ നിറയ്ക്കണമെന്നും ഈ വിവരങ്ങൾ കൃത്യമായി രജിസ്റ്ററിൽ രേഖപ്പെടുത്തി ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തണമെന്നുമാണ് മന്ത്രി പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ നെക്ക് ഭാഗം വെച്ച് റൂട്ട് തുടങ്ങുമ്പോൾ റൂട്ട് അവസാനിക്കുമ്പോൾ നിറയ്ക്കുന്നതിലൂടെ മനസ്സിലാകുന്നത് ഇത്ര കിലോമീറ്റർ റൂട്ട് ഒരു ദിവസം ഓടിയിട്ടുണ്ട്. ഒരു ദിവസം 100-150 കിലോമീറ്റർ ഓടുന്നു എന്ന് കരുതുക. അതിനായി ഇത്ര ലിറ്റർ ഡീസൽ ഉപയോഗിച്ചിരിക്കുന്നു. അതിലൂടെ ഇത്ര കിലോമീറ്റർ ഇന്ധനക്ഷമത കിട്ടുന്നു. അത് അളന്നതിന് ശേഷം അതനുസരിച്ച് മുന്നോട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ആഴ്ചയിലും കിലോമീറ്റർ പെർ ലിറ്റർ പരിശോധിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ KSRTCയുടെ നിലവിലെ ശരാശരി കിലോമീറ്റർ എന്ന് പറയുന്നത് പെർ ലിറ്റർ 3.98 കിലോമീറ്റർ ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും KSRTC പറയുന്നു. പരമാവധി ഇന്ധനക്ഷമത എന്ന് പറയുന്നത് ഡ്രൈവർമാർക്ക് നൽകിയിരിക്കുന്ന ടാർഗറ്റ് എന്ന് പറയുന്ന 5 കിലോമീറ്റർ പെർ ലിറ്റർ ആണ്. അതിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ഇന്ധനക്ഷമത തന്നെയായിരിക്കും KSRTCക്ക് ഉണ്ടാകുന്നത്. ദിവസേന 10,000ങ്ങളുടെ ലാഭം ഉണ്ടാക്കിയെടുക്കാനും ഇതിലൂടെ കഴിയും. KSRTCയിൽ റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ ഇതിന് പുറകെ ഒരു പാക്കേജായി തന്നെ ഗണേഷ് കുമാർ നൽകുന്നുണ്ട്.